കുറച്ച് നാളുകളായി കേൾക്കുന്ന ഒരു കാര്യം തന്നെയാണ് കേരള BJPയിൽ ഒരു അഴിച്ചുപണി ഉടൻ ഉണ്ടാകുമെന്നുള്ള തരത്തിൽ. ശരിക്കും പറഞ്ഞാൽ BJP കേന്ദ്ര നേതൃത്വം എല്ലാ സംസ്ഥാനങ്ങളിലും കാലാവധി കഴിഞ്ഞു നിൽക്കുന്ന എല്ലാവരെയും മാറ്റി പുതിയ ആൾക്കാരെ കൊണ്ടുവരുന്ന ഒരു പ്രക്രിയ നടത്തി വരികയാണ്. അത് അടിസ്ഥാനത്തിൽ തന്നെ കേരളത്തിലും അത് വളരെ സുഗമമായി തന്നെ മുന്നോട്ട് പോയിരിക്കുന്നു എന്ന് വ്യക്തമാണ്. കാരണം ഇപ്പോൾ BJP കേരളത്തിലും ആ ഒരു തരത്തിൽ ഒരു നീക്കം തുടങ്ങിയിരിക്കുന്നു എന്നല്ല, അത് ആരംഭിച്ച് ഒരു ഘട്ടം വരെ എത്തി നിൽക്കുകയാണ്. അതിന് തുടക്കമായിട്ട് തന്നെയാണ് BJPയുടെ മണ്ഡലം അധ്യക്ഷരായിട്ട് ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും മണ്ഡലം അധ്യക്ഷന്മാരെ ആ ഒരു തരത്തിൽ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് ആ ഒരു പ്രക്രിയ BJP കംപ്ലീറ്റ് ചെയ്തത് തന്നെ. അതോടൊപ്പം തന്നെയുള്ള ഒരു ചോദ്യം തന്നെയാണ് BJP കേരള അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇനി ആര് വരുമെന്നുള്ളത്. കാരണം ഇപ്പോൾ ഓരോ മണ്ഡലങ്ങളിലും വളരെ വലിയ തോതിലുള്ള ഒരു അഴിച്ചുപണി ഉണ്ടായിട്ടുണ്ട്. അതിൽ തന്നെ പുതിയ ആൾക്കാർ എത്തിയിട്ടുമുണ്ട് ഓരോ മണ്ഡലങ്ങളിലും അധ്യക്ഷ സ്ഥാനത്തേക്ക് തന്നെ. അതോടൊപ്പം തന്നെ കേരളത്തിൽ നിലവിൽ സുരേന്ദ്രന്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെയും സുരേന്ദ്രൻ മാറി ഇനിയിപ്പോൾ മറ്റു ഒരു വ്യക്തിയെ BJP കേരള ഘടകത്തിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരുമോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അത് തീർച്ചയായിട്ടും പല പേരുകളും വന്നിട്ടുള്ളതാണ്. ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ, അതോടൊപ്പം തന്നെ MT രമേശിന്റെ പേര്, അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ കേട്ട ഒരു പേര് തന്നെയാണ് ശോഭാ സുരേന്ദ്രന്റെ പേരെന്ന് പറയുന്നത്. ഏതായാലും ആ ഒരു വിഷയത്തിൽ അന്തിമ തീരുമാനം എന്തായാലും ഉടൻ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ നിലവിൽ ചാൻസ് ഉള്ളത്, അതായത് സുരേന്ദ്രൻ മാറുകയാണെങ്കിൽ തന്നെയും ഏറ്റവും കൂടുതൽ നിലവിൽ ചാൻസ് ഉള്ളത് ശോഭാ സുരേന്ദ്രന് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കേന്ദ്ര നേതൃത്വം തന്നെയാണ് എന്തായാലും അന്തിമ തീരുമാനം എടുക്കുന്നത്. അതായത് ഈ സുരേന്ദ്രന്റെ ഈ കാലാവധി അത് ഇനിയും തുടരുമോ, അതല്ല ഉടൻ തന്നെ, അതായത് ഇപ്പോൾ ജില്ലാ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വളരെ വലിയ തോതിലുള്ള അഴിച്ചുപണികളൊക്കെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. പുതിയ ആൾക്കാരെ കൊണ്ടുവരിക ചെയ്തിരിക്കുകയാണ്. അത് അടിസ്ഥാനത്തിൽ തന്നെ ഇനിയിപ്പോൾ കേരളത്തിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് BJP പുതിയ ആളെ നിയമിക്കുമോ എന്നുള്ള ചോദ്യം തന്നെയാണ് നിലനിൽക്കുന്നതെന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ കേട്ട ഒരു പേര് തന്നെയാണ് ശോഭാ സുരേന്ദ്രന്റെ പേരും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ, MT രമേശിന്റെ പേരും. ഇതിൽ ഏറ്റവും കൂടുതൽ സാധ്യത നിലനിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും BJP എല്ലാ സംസ്ഥാനങ്ങളിലും നടത്തി വരുന്ന ഈ ഒരു പ്രക്രിയ, ഇതിന്റെ അന്തിമം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ദേശീയ തലത്തിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക്, അതായത് JP നദ്ദയ്ക്ക് പകരം പുതിയ ഒരാളെ നിയമിക്കുക എന്നുള്ള ലക്ഷ്യമാണ് BJP ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. കാരണം JP നദ്ദയുടെ കാലാവധി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ JP നദ്ദയ്ക്ക് പകരം പുതിയ ഒരാളെ നിയമിക്കുക എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും ഫെബ്രുവരി അവസാനത്തോടു കൂടി തന്നെ അതിനൊരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനിടയിൽ തന്നെയാണ് ഈ ഒരു പ്രക്രിയകളൊക്കെ പല സംസ്ഥാനങ്ങളിലായിട്ട് നടന്നു വരുന്ന ഈ കാര്യങ്ങളൊക്കെ തന്നെ. അത് മിക്ക സംസ്ഥാനങ്ങളിലും പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. സംസ്ഥാന അധ്യക്ഷന്മാരെയൊക്കെ മാറ്റി പുതിയ അധ്യക്ഷന്മാരെ ആക്കുക, ജില്ലാ അടിസ്ഥാനത്തിലുള്ള അഴിച്ചുപണികളെല്ലാം തന്നെ ഒരു പരിധിവരെ നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നത് വ്യക്തമാണ്. അത് തന്നെയാണ് ഇപ്പോൾ കേരളത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതിന് തുടക്കമായിട്ട് തന്നെയാണ് ജില്ലാ തലത്തിൽ പുതിയ മണ്ഡലം അധ്യക്ഷന്മാരെ മണ്ഡലം അധ്യക്ഷരായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നവർ പുതിയ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് തന്നെ. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ തന്നെയും കേരളത്തിൽ സുരേന്ദ്രന് പകരം മറ്റൊരാൾ വരാനായിട്ടുള്ള സാധ്യതകൾ ഏറിയിരിക്കുകയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഈ പറയുന്ന 3 വ്യക്തികൾ, രാജീവ് ചന്ദ്രശേഖർ, അതോടൊപ്പം തന്നെ MT രമേശ്, ശോഭാ സുരേന്ദ്രൻ, ഈ 3 പേരുകളിൽ കേന്ദ്ര നേതൃത്വം ആരെയാണ് തീരുമാനിക്കുക, സുരേന്ദ്രനെ മാറ്റുകയാണെങ്കിൽ അത് തന്നെയാണ് നിർണായകമെന്ന് പറയുന്നത്. അതിൽ തന്നെ ശോഭാ സുരേന്ദ്രന്റെ പേര് തന്നെയാണ് ഏറ്റവും കൂടുതൽ നിലവിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാനായിട്ടുള്ള സാധ്യതകളിൽ ഒന്നാമതായി നിൽക്കുന്നതെന്ന് പറയുന്നത്. എന്തായാലും കാത്തിരിക്കാം. ഇപ്പോൾ BJP ആരംഭിച്ചിരിക്കുന്ന ഈ ഒരു പ്രക്രിയകളൊക്കെ തന്നെ ഇതിന്റെ അന്തിമം കേരളത്തിൽ തന്നെ പുതിയൊരു അധ്യക്ഷനെ നിയമിച്ചുകൊണ്ട് തന്നെ ആയിരിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം.